റോയിച്ച പഞ്ചായത്ത് ഇലക്ഷന്റെ ഒക്കെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പണി തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ. പക്ഷേ അവരുടെ തിരുവനന്തപുരത്തെ എംപിയും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെ ആയിട്ടുള്ള ശശി തരൂരിനെ പക്ഷേ ഈ രംഗത്തെങ്ങും കാണാനില്ല. എന്താണ് പുള്ളി ഇലക്ഷൻ വർക്കിലോട്ട് ഇറങ്ങാത്തതും പുള്ളിയെ ഈ രംഗത്തൊന്നും കാണാത്തതും? കാരണം എല്ലാ സാധാരണ കോൺഗ്രസ്സുകാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 16 വർഷമായി തിരുവനന്തപുരം മണ്ഡലത്തിലെ എം പിയാണ്, പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം പിയാണ് ശശി തരൂർ. അദ്ദേഹം 4 തവണയും നല്ല ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ് ശശി തരൂർ. ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ തന്നെ പേരും പെരുമയുമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, എഴുത്തുകാരനാണ്, ഒക്കെയാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശശി തരൂരിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എങ്ങും എത്താത്ത ഒരു തരത്തിലാണ് 2009 മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ. തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഒരുപാട് ചരിത്രമുള്ളൊരു പാർലമെൻറ്റ് നിയോജക മണ്ഡലമാണ്. അതായത് 1952 ഈ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് തിരുവനന്തപുരത്ത് നിന്നും സ്വതന്ര സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ആനി മസ്കറിൻ എന്ന് പറയുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ലോക്സഭാ അംഗമാണ് ആനി മസ്കറിൻ. പിന്നെ ആനി മസ്കറിന് ശേഷം PS നടരാജനുള്ള P വിശ്വംഭരൻ, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന വിദേശകാര്യ വക്താവ് അല്ലെ വിദേശകാര്യ തന്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന VK കൃഷ്ണമേനോൻ 1971 ഇവിടെ വന്ന് മത്സരിച്ചു. പിന്നെ K കരുണാകരൻ, PK വാസുദേവൻ നായർ, MM ഗോവിന്ദൻ നായർ, അങ്ങനെ പ്രഗത്ഭന്മാരായ ഒരുപാട് പേര് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് ശശി തരൂർ 4ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ശശി തരൂർ എൻ്റെ രാഷ്ട്രീയം, ശശി തരൂരിൻ്റെ വ്യക്തിത്വം ഒക്കെ പരിശോധിക്കുമ്പോൾ ശശി തരൂർ എല്ലാ അർത്ഥത്തിലും ഒരു സ്വാർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരന്, സ്വന്തം കാര്യം ചിന്താവുക എന്നുള്ളതിനപ്പുറത്തേക്ക് പാർട്ടിക്കോ ജനങ്ങൾക്കോ ഒന്നും ഒരു പരിഗണനയും നൽകുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ഈ 16 വർഷത്തിനിടയിൽ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ കാര്യമായ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ ആദ്യം ഒരു പക്ഷെങ്കിൽ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനം വരുന്നതിനൊക്കെ മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ എന്ത് വില കൊടുത്തും പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി KPCCയുടെ നിർദ്ദേശപ്രകാരം മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ്റെ നേതൃത്വത്തിൽ അവർ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ 65 പേരെ തീരുമാനിച്ചു. 100 പേരുള്ളതിൽ 65 പേരെ ഒറ്റയടിക്ക് തീരുമാനിച്ചു. അതിൽ കാര്യമായ എതിർപ്പുകളൊന്നുമില്ലാതെ. പിന്നീട് 18 പേരെ വെച്ചു. അതിനുശേഷം അവരിപ്പം ഈ വാർഡുകൾ തോറുമുള്ള പരിഗണന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, പ്രത്യേകിച്ച് ശബരിനാഥനെ പോലൊരു മുൻ MLA മേയർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ടുള്ള മത്സരം കടുപ്പിച്ച ഒരു ഘട്ടത്തിൽ പോലും ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം, അദ്ദേഹത്തിൻ്റെ പൊടി പോലുമില്ല ഈ മണ്ഡലത്തിൽ കണ്ടുപിടിക്കാൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വരാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ട 100 കണക്കിന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവർ ശശി തരൂരിനോട് അടുപ്പമുള്ളവർ ധാരാളം പേരുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കാനോ അവരുടെ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ ധരിപ്പിക്കാനോ ഒന്നും തയ്യാറാകാതെ അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ആ കോൺഗ്രസ് പ്രവർത്തകരോടും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോടും കാണിക്കുന്ന നന്ദികേടാണ്. അദ്ദേഹത്തിന് വേണ്ടി രാപ്പകലില്ലാതെ വീടാന്തരം മലയും കുന്നും കയറി നടന്നാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഓരോ തവണ ഇത്രയും വലിയ ഭൂരിപക്ഷമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. അതൊന്നും അദ്ദേഹം പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റവും ഈ പ്രദേശത്തോട്ട് വരാതിരിക്കുന്നതിൻ്റെയൊക്കെ സൂചന. അദ്ദേഹത്തിന് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ തീരദേശ പ്രദേശമാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ അധികവും താമസിക്കുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകൾ. അപ്പം അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തിന് മാത്രമാണ് ഈ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും വോട്ട് കിട്ടിക്കൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ, ആ പാവങ്ങൾക്കൊക്കെ, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസാണ്. അതിനുവേണ്ടി ഒരു വേനൽ പോലും അനക്കാൻ തയ്യാറാവാതെ ഒളിച്ചു മാറി നിൽക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പരിപാടികളുമായിട്ട് ബന്ധപ്പെടുകയും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള പ്രസ്താവനകളും അപകീർത്തിപ്പെടുന്ന രീതിയിലുള്ള ലേഖനങ്ങളൊക്കെ എഴുതി അദ്ദേഹം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ ഇത് ശരാശരി കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഇതിനെ പരിഗണിക്കുന്നത് എന്നുള്ളത് നോക്കണം. ശശി തരൂരിനെ ഇവിടെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തണമെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പോലും ആഗ്രഹിക്കുന്നില്ല. പ്രാദേശിക നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ശശി തരൂരിനെ ഏതാണ്ട് കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ നിന്ന് ഏതാണ്ട് ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇത് മണത്തിട്ടായിരിക്കാം ഇവിടെങ്ങും വരാത്തത്. അല്ലെങ്കിൽ ബോധപൂർവ്വം ഇതിനെ അവഗണിച്ച് നിർത്തിയിരിക്കുക. ഇനി തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് അത് തുടക്കം മുതലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ മത്സരിക്കുന്നില്ല എന്നുള്ള മട്ടിലും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ കാര്യമായ പദവി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കാം. എന്തായാലും ശശി തരൂർ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരോട് UDFിൻ്റെ പ്രവർത്തകരോട് തികഞ്ഞ നന്ദികേടും
തികഞ്ഞ അനാദരവുമാണ് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. അദ്ദേഹം 2009 മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സംഘം ആൾക്കാരുടെ നിന്ന് പുറത്തു നിന്ന് ഒരാൾ വന്ന് മത്സരിക്കുന്നതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സോണിയാഗാന്ധി ഡയറക്റ്റ് ഇടപെട്ടിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ശക്തമായ നിർദ്ദേശം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അന്ന് KPCC ഓഫീസിൻ്റെ വാതിക്കലോട്ട് കോലം കത്തി പ്രകടനവും ഒക്കെ നടന്നിരുന്നു. പക്ഷേ അതെല്ലാം ഈ സോണിയാഗാന്ധിയുടെ ഇടപെടലോടുകൂടി അത് നിന്നുപോയി. അങ്ങനെ സോണിയാഗാന്ധിയുടെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഗുഡ് ബുക്കിലിരുന്ന ഒരാളാണ് ഇന്നിപ്പോൾ ഈ പാർട്ടിയെ ചീത്ത വിളിച്ചുകൊണ്ട് ഇതുവഴിയൊക്കെ നടക്കുന്നത്. അപ്പം എന്തായാലും ഒരുപക്ഷെ അയാൾ മത്സരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാവാം ഈ തെരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് വരാതിരിക്കുന്നത്. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ, നിങ്ങളെ ഈ പദവിയിലേക്ക് എത്തിച്ചൊരു പാർട്ടിയെ നിങ്ങൾ പുറംകാലിനടിച്ച് പോകുമ്പോൾ അതിനൊരു കാരണം പറയാനുണ്ടാവണം. ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ എതിർപ്പാളയത്തിലേക്ക് അവർക്ക് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുറുപ്പ് ചീട്ടുകൾ ഇറക്കി കൊടുക്കുന്ന ഒരു പണിയാണ്. അതായത് നമ്മൾ പറയുന്ന CPM-കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരം പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കുലംകുത്തി അല്ലെങ്കിൽ ഒറ്റുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലേക്കാണ് ഈ പ്രവർത്തനങ്ങളെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ. കോൺഗ്രസ്സുകാർ ഇനി ഏത് തരത്തിൽ അതിനെ കാണുന്നു എന്നുള്ളതല്ല, പക്ഷേ കോൺഗ്രസ്സുകാരുടെ മനസ്സിലൊന്നും അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനവും കാണുന്നില്ല. ഞാൻ പലരോടും കോൺഗ്രസ് നേതാക്കളോടൊക്കെ ചോദിച്ചു, എനിക്കറിയാവുന്ന കോൺഗ്രസ് അണികളോടും ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ആർക്ക് വേണ്ടിയെങ്കിലും ശശി തരൂർ ഒരു സീറ്റിന് വേണ്ടി പറയുമല്ലോ, ആർക്കും വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പം ഏതാണ്ട് പൂർണ്ണമായും ഈ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് കട്ട് ചെയ്ത് നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഈ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള പദവി അത് കൈവച്ചിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഈ പാർട്ടിക്ക് വേണ്ടി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും ഒരു പണിയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ശശി തരൂർ ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തകരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് ശശി തരൂർ വേറെ എങ്ങോട്ടെങ്കിലും ഒരു കൂടെ കയറാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആണോ? ഈ നിരന്തരമായിട്ട് കോൺഗ്രസിനെ ആക്രമിക്കുന്നതും ഈ മോദി സ്തുതിയും ഇതെല്ലാം അതിനുള്ളൊരു സൂചനയാണോ? അല്ല, അതൊന്നും തള്ളിക്കളയാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ എല്ലാ സാധ്യതകളാണല്ലോ, എല്ലാം സാധ്യതകളുടെ ഒരു ഗെയിമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ശശി തരൂർ, എനിക്ക് തോന്നുന്നു ശശി തരൂരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു രീതി കണ്ടിട്ട് ശശി തരൂർ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പാക്കേജ്, ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടുള്ള പണിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പതുക്കെ എടുത്ത് ചാടിപ്പോകുമ്പോഴാണ് ഒരുപക്ഷെങ്കിൽ കാലുമാറ്റക്കാരനെന്നൊക്കെയുള്ള ഒരു ആരോപണം വരാതിരിക്കാൻ വേണ്ടി ശശി തരൂർ അകത്തിരുന്നുകൊണ്ട് തന്നെ കപ്പലിന് ഓട്ടയിടുക എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പതുക്കെ കപ്പലിനെ വെള്ളം കയറ്റി മുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ശശി തരൂർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എതിർപാളയത്തിൽ BJPക്ക് രസിക്കുകയും സൂഹിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാക്കുക. ഇപ്പോൾ ശശി തരൂരിനെ പോലെ ലോകപ്രശസ്തനായ എഴുത്തുകാരൻ എഴുതുന്നൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ബ്രാൻഡ് വാല്യൂ, അദ്ദേഹത്തിൻ്റെ ന്യൂസെൻസ് വാല്യൂ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ ഇനി മത്സരിക്കാതിരിക്കുകയും മറ്റെന്തോ പദവികൾ, രാഷ്ട്രപതി സ്ഥാനമോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ഉന്നത പദവികളോ ഒക്കെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടുള്ള ഒരു ഗെയിമായിരിക്കാം, ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ കളിയായിരിക്കാം ശശി തരൂർ നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ശശി തരൂരിന് ഈ പറയുന്ന പ്രായമൊന്നുമല്ല, 68-69 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ ശശി തരൂരിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്, ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ഒരുപാട് സാധ്യതകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. കോൺഗ്രസ് ആണല്ലോ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകനല്ലാതിരുന്ന ഒരാൾക്ക് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കി MP ആക്കി ഒക്കെ ചെയ്ത പാർട്ടിക്ക് ഇനി ഒരുപാട് സാധ്യതകളുണ്ട്. അവരിപ്പോൾ ഭരണത്തിലില്ല എന്നുള്ളതുള്ളൂ, നാളെ ഭരണത്തിൽ വന്നുകൂടായി എന്നൊന്നുമില്ല. അപ്പം അങ്ങനെ കാത്തിരിക്കാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ കോൺഗ്രസിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത, സുരക്ഷിതമില്ലായ്മ ഒക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഈ പാളയത്തിനകത്തുനിന്ന് ചാടാനായിട്ട് അദ്ദേഹം ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള കരുക്കളാണ് അത്. നമുക്ക് ഏത് കൊച്ചു കുഞ്ഞിനും കണ്ടാലും മനസ്സിലാവും ശശി തരൂർ എന്താണ് ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് ശശി തരൂരിൻ്റെ ഈ പൊളിറ്റിക്കൽ ഗെയിം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോക്കിയാൽ മതി. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അന്ന് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ട് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം സംസാരിക്കുക, അതുപോലെ തന്നെ വിദേശത്ത് പോയി BJPയുടെ നയങ്ങളെക്കുറിച്ച് വളരെ ഇതായിട്ട് സ്തുതിഗീതം പാടുക, മോദിയെ സ്തുതിക്കുക ഒക്കെ ചെയ്യുക. മറുവശത്ത്
രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ നീക്കങ്ങളോടും പ്രതിപത്തി കാണിക്കാതെ അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി ഈ 2-3 ഘട്ടങ്ങളിലായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നാണ് വോട്ട് ചോരി, അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പ്രവണതയ്ക്കെതിരായിട്ട് വളരെ വിശദമായ രീതിയിൽ രാഹുൽ ഗാന്ധി പല പത്രസമ്മേളനം നടത്തി. ഒരു പത്രസമ്മേളനത്തിൽ പോലും അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ നയപരിപാടികളോട് ഒരു തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ പോലും ശശി തരൂർ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനെക്കുറിച്ച് ശശി തരൂർ കമ എന്നൊരു അക്ഷരമുണ്ട്. ശശി തരൂരിനെ പോലെ ഒരാൾ അത് സംസാരിക്കാൻ തയ്യാറായ മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ വാർത്തയായതിനുമായിരുന്നു. ശശി തരൂർ മിണ്ടുന്നില്ല. ആ മൗനം എന്ന് പറയുന്നത് BJPയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശശി തരൂർ അങ്ങനെ ഒരു ലോങ് ടൈം ഗെയിം പ്ലാനിലേക്കാണ് ശശി തരൂർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഈ ഹൈറാർക്കിക്കകത്ത്, അതായത് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ വരുന്നത്? കാരണം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാളാണ് ശശി തരൂർ, 1000 വോട്ടിലധികം വാങ്ങിച്ച ഒരാൾ. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഇടയിലെല്ലാം വളരെ സുപരിചിതനും കോൺഗ്രസ്സുകാർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു നേതാവായ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് പോലും പാർട്ടിയുടെ ഒരു പ്രഖ്യാപിത നയത്തിന് അനുകൂലമായി സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അയാൾ ഈ പാർട്ടി വിട്ടു പോകാനായിട്ട് കളമൊരുക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ കോൺഗ്രസ് ഇനി സഹിക്കുമോ? ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ പോലും ഈ ഒരു 2 ആഴ്ച മുമ്പാണ് ശശി തരൂരിനെ വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനായിട്ട് കോൺഗ്രസ് വീണ്ടും നിയോഗിച്ചത്. എന്നാൽ ആ സ്ഥാനം വേണ്ടെന്ന് ശശി തരൂർ പറഞ്ഞിട്ടില്ല. ആ സ്ഥാനത്തിന് കിട്ടുന്ന ഒരുപാട് മാന്യതയും പദവിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഈ പദവികൾ വാങ്ങുകയും ഇതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും ഈ പാർട്ടിക്ക് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടുവന്നാണ് ഈ പാർട്ടിക്കെതിരെ പുറംതിരിഞ്ഞിരിക്കുകയും ഈ പാർട്ടിക്കെതിരെയുള്ള കുലംകുത്തി പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെ കോൺഗ്രസ്സുകാർ എത്ര നാൾ ഇനിയും സഹിക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ശശി തരൂരിൻ്റെ ഒരു രക്തസാക്ഷി പരിവേഷം കൊടുത്ത് പുറത്താക്കണ്ട എന്നുള്ളതായിരിക്കാം കോൺഗ്രസിൻ്റെ നയമെന്ന് തോന്നുന്നു. കാരണം ഈ ഇത്രയും വലിയ അച്ചടക്കലംഘനവും ഇതുപോലെ തന്നെ പാർട്ടി വിരുദ്ധ പരിപാടികളൊക്കെ നടത്തിയിട്ടും കോൺഗ്രസ് നടപടിയെടുക്കാത്തത് അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം വാങ്ങി പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം ശശി തരൂരിനെ അവർ പുറത്താക്കാനോ അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുക്കാനോ തയ്യാറാവാത്തതെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ശശി തരൂർ തന്നെ ഈ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട് ശശി തരൂരിന് കിട്ടുന്ന ഒരു മാന്യതയുണ്ടായിരുന്നു ഒരു സമയത്ത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ശശി തരൂർ കേരളം മുഴുവൻ സഞ്ചരിക്കുകയും മുസ്ലിം ലീഗുമായിട്ടും NSSുമായിട്ടും ഒക്കെ വേദികൾ പങ്കെടുക്കുകയും ഒരുപാട് ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ആദ്യം തുടക്കം എന്നുള്ളത്. പിന്നീട് ആ നീക്കം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം അതിനൊരു കാരണം എന്ന് പറയുന്നത് ശശി തരൂരിൻ്റെ പോക്ക് പാർട്ടിക്ക് പുറത്തേക്കാണെന്നൊരു തോന്നൽ ശശി തരൂർ തന്നെ ഉണ്ടാക്കി. കാരണം മോദിയെയും അമിത്ഷായെയും നിരന്തരം സ്തുതിക്കുക, BJPയുടെ നയങ്ങളെ പ്രകീർത്തിക്കുക, കോൺഗ്രസിൻ്റെ നയങ്ങളെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ തന്നെ സ്വയം വെറുത്ത് കാണും. അതുകൊണ്ടാണ് ആ മൂവ്മെൻറ്റ് നടക്കാതെ പോയത്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക എന്ന ലക്ഷ്യത്തോടുകൂടി വന്ന ആ നീക്കം പൊളിഞ്ഞു പോകാനുള്ള കാരണം തന്നെ ശശി തരൂർ തന്നെ സ്വയം കുഴി തോട്ടിയത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അപ്പം ശശി തരൂരിൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശശി തരൂർ ഇനി അധികം നാൾ കോൺഗ്രസിനകത്ത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിന് ശശി തരൂരിനെ വേണ്ട എന്നുള്ളതായി, ശശി തരൂരിന് കോൺഗ്രസിനെ വേണ്ടാതുമായി എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്.